സഹോദരി സഹോദരന്മാരെ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ 44ാം വാർഷിക സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ സിവിൽ സർവീസിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച് ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നൊരു ഘട്ടമാണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനകത്തും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകളിൽ കൃത്യതയാർന്ന നിലപാട് ഉള്ളവരും അത് വ്യക്തമാക്കുന്നവരുമാണ് നിങ്ങളുടെ സംഘടന. അത്തരം പ്രശ്നങ്ങളിലെല്ലാം വ്യക്തമായ സമീപനം തന്നെ സ്വീകരിച്ചതായി കാണാൻ കഴിയും. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനം മാത്രമല്ല, രാജ്യം തന്നെ നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നല്ലതുപോലെ വ്യക്തത ഉള്ളവർ കൂടിയാണ് നിങ്ങൾ. നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണ നയം നടപ്പാക്കിയതോടെ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന കാഴ്ചപ്പാടോടെ സിവിൽ സർവീസ് രൂപം കൊള്ളുക, ആ തരത്തിൽ ഒരു ചിന്ത ദേശീയ തലത്തിൽ തന്നെ ശക്തിപ്പെട്ടു വരുന്നു. ദൗർഭാഗ്യകരമായ ഒരു വശം, ഇതിന്റെ ഭാഗമായി മുതലാളിത്ത ശക്തികളെ വലിയ തോതിൽ ആകർഷിക്കുക എന്നാണ്. അങ്ങനെ ആകർഷിക്കാനാകും വിധം സിവിൽ സർവീസിനെ ക്രമീകരിക്കാനും രൂപപ്പെടുത്താനുമാണ് ഇതിന്റെ വക്താക്കൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഏറ്റവും പ്രധാന ലക്ഷ്യമായി കണ്ടിട്ടുള്ളതും ഇതാണ് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായി ചെയ്യുന്ന മറ്റൊരു കാര്യം സിവിൽ സർവീസ് രംഗം വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. ഒട്ടേറെ നടപടികൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള പലവിധ പ്രക്ഷോഭങ്ങളും ആ നീക്കങ്ങൾക്കെതിരെ രാജ്യത്ത് ഉയർന്നു വരുന്നു. ഇപ്പോൾ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെയാണ് സാധാരണ സിവിൽ സർവീസിൽ ഉണ്ടാകേണ്ട ആളുകൾക്ക് പകരം കഴിയാവുന്നത്ര സിവിൽ സർവീസിന് പുറത്ത് ആളുകളെ ഉണ്ടാക്കാനുള്ള ശ്രമം. അതിലൊന്നാണ് വ്യാപകമായിട്ടുള്ള കരാർ ജോലിക്കാർ. അപ്പോൾ കരാർ ജോലികൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ എല്ലാ സർവീസുകളും വെട്ടിക്കുറക്കുന്ന നടപടികളും കാണാൻ പറ്റും. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥിര തൊഴിലാളികളുണ്ട്.
ആ സ്ഥിരം തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളുമുണ്ട്. അത് ഒട്ടേറെ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഭാഗമായി നേടിയെടുത്തതാണ്. എന്നാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം എടുത്തു കളയാനുള്ള നീക്കം, ചിലത് എടുത്തു കളയുന്നു, അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയരുന്നു, വീണ്ടും എടുത്തു കളയാൻ പറ്റുമോ എന്ന് നോക്കുന്നു.